ഹായ് എല്ലാവർക്കും PSC-PD-യിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ PSC എക്സാമുകൾക്ക് ആവശ്യമുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അതിൽ 100 മാർക്കിൻ്റെ ഒരു എക്സാമിൽ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ സ്കോർ ചെയ്യുന്ന മാർക്ക് നിങ്ങളുടെ റാങ്കിൽ നിർണ്ണയത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷൻസ് പഠിക്കുക. അപ്പോൾ മൊത്തം 6 മൊഡ്യൂളാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ഉള്ളത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിനെ. അപ്പോൾ അതിൽ മൊഡ്യൂൾ 1-നകത്ത് പറയുന്നത് ദ അബ്കാരി ആക്ട് 1 ഓഫ് 1077 കുറിച്ചാണ്, 1077 കുറിച്ചാണ് എന്ത് പറയുന്നത്, മൊഡ്യൂൾ 1-നകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് 4 മാർക്കിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ജുറിസ്ഡിക്ഷൻ, അധികാരപരിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു നിയമത്തിൻ്റെ അധികാരപരിധി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത് ആൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്വർ, ലിക്കർ വിൽക്കാനുള്ള അതോറിറ്റി എംപവർ ചെയ്തതിനെ പറ്റി. പിന്നെ വാട്ട് ഈസ് ലിക്കർ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ടൈപ്സ്, ഡെഫിനിഷൻസ് ഓഫ് ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ് ഉണ്ട്, അതിൻ്റെ ഡെഫിനിഷൻസ്. പിന്നെ ഡ്രൈ ഡേയ്സ്, എന്നൊക്കെയാണ് ഡ്രൈ ഡേയ്സ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. പിന്നെ കുറച്ച് കോമൺ ക്രൈംസുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. 8, 1, 2, 13, 15 ABC, അതുപോലെ തന്നെ 55G, 55G, I ഉണ്ട്, HI, 56, 58. പിന്നെ നമ്മൾ മാനുഫാക്ചർ, പൊസഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്കറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പൊസഷൻ ലിമിറ്റ്സ് ഓഫ് ഡിഫറൻറ്റ് ലിക്കർ, ഓരോ ലിക്കറും എത്രമാത്രം നമുക്ക് കൈവശം വയ്ക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഏജ് ഫോർ പൊസഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ലിക്കർ, ലിക്കർ കൈവശം വയ്ക്കാനുള്ള ഏജ്, അതുപോലെ തന്നെ ഉപയോഗിക്കാനുള്ള ഏജ്, ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് അബ്കാരി റവന്യൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് പബ്ലിക് ഇൻ അബ്കാരി കേസസ്, അപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഡീറ്റെയിൽസ് നമ്മൾ അത്യാവശ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് അബ്കാരി ആക്ട് 1 ഓഫ് 1077 എന്താണ് ബെയർ ആക്ട് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം ബെയർ ആക്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് വേറൊന്നും പുറത്തൊന്നും ചോദിക്കാനില്ല. ബെയർ ആക്ട് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എഴുതാനായിട്ടും പറ്റും. ഓക്കെ, അപ്പം നമ്മളിത് ഡീറ്റെയിൽഡായിട്ട് പറയും. ഫുള്ള് പറയുന്നില്ല, ഫുള്ള് നിയമം പറയുന്നില്ല, ആവശ്യമുള്ള സെക്ഷൻസും സംഭവങ്ങളും മാത്രമേ പറഞ്ഞു പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അബ്കാരി ആക്ട് 1 ഓഫ് 1077 ജസ്റ്റ് നോക്കിയ കുറച്ച് സെക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ടൈറ്റിലാണ്, ഇതിൻ്റെ ഒരു ചുരുക്കപ്പേര് എന്ന് പറയുന്നത് അബ്കാരി ആക്ട് ഓഫ് 1077 എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കപ്പേര് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചധികം സെക്ഷൻസ് താഴോട്ട് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 72 സെക്ഷൻസോളം നമ്മുടെ അബ്കാരി ആക്ടിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എത്ര സെക്ഷൻസ് ഉണ്ട്? മൊത്തം 72 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ പലതിനകത്തും സബ് സെക്ഷൻസും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അബ്കാരി ആക്ട് 1 ഓഫ് 1077. ദ ആക്ട് വാസ് പാസ്ഡ് ബൈ ഹിസ് ഹൈനസ് ദ മഹാരാജ ഓഫ് കൊച്ചിൻ ഓൺ 5th day of August 1902, corresponding to the 31st day of കർക്കിടകം 1077 and extended to the whole of Kerala as per Act 10 of 1067, which received the assent of the President on 29th July 1967. അപ്പോൾ കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പാക്കാനുള്ള ഒരു സുപ്രധാന നിയമമാണ് എന്ത്, നമ്മുടെ ലിക്കറുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് എന്ത്, നമ്മുടെ അബ്കാരി ആക്ട് 1077 എന്നാണ് ആ നിയമത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാസ്സാക്കിയത് ആക്ട് വാസ് പാസ്ഡ് ബൈ ഹിസ് ഹൈനസ് മഹാരാജ ഓഫ് കൊച്ചിൻ, കൊച്ചി മഹാരാജാവാണ് ഈ ഒരു നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ ഇത് പഴയ ഒരു നിയമമാണ്, 1077 നിയമമാണ്. ഓക്കെ, കൊല്ലവർഷം 1077, കർക്കിടകം 31 ഇത് പാസ്സാക്കുന്നത്. നമ്മുടെ റോമൻ എറ നോക്കിക്കഴിഞ്ഞാൽ 1902 ഓഗസ്റ്റ് 5 എന്ത് പാസ്സാക്കുന്നത്, ഈ ഒരു നിയമം ആര് പാസ്സാക്കുന്നത്, കൊച്ചി മഹാരാജാവ് പാസ്സാക്കുന്നത്. ഓർത്തിരിക്കുക, 1902 ഓഗസ്റ്റ് 5 ഈ ഒരു നിയമം പാസ്സാക്കുന്നത്. കൊല്ലവർഷം ഏതാണ്? 1077, കർക്കിടകം 31. അത് ഓർത്തില്ലെങ്കിലും 1902 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ നിയമത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ അബ്കാരി ആക്ട് 1 ഓഫ് 1077 എന്നാണ്. അപ്പം കൊല്ലവർഷം 1077 പാസ്സാക്കിയ ഒരു നിയമമായതിനാൽ തന്നെ എന്താണ് ഇത് അറിയപ്പെടുന്നത്, അബ്കാരി ആക്ട് 1077 എന്നാണിത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് രാഷ്ട്രപതിയുടെ അസെൻറ്റ്, അംഗീകാരം ലഭിച്ചതിനെക്കുറിച്ചും ലാസ്റ്റ് ആ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം പറയുന്നുണ്ട്. റിസീവ്ഡ് ദ അസെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് ഓൺ 29th July 1967. ആ ഒരു ഡേറ്റും കൂടി ഓർത്തിരിക്കുക. 1967 ജൂലൈ 29 പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ഇതിന് ലഭിക്കുന്നത്, ഒരു അസെൻറ്റ് ഇതിന് ലഭിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ജസ്റ്റ് പ്രിയാമ്പിൾ നോക്കാം. Whereas it is expedient to consolidate and amend the law relating to the import, export, transport, manufacture, sale and possession of intoxicating liquor and of intoxicating drugs in the state of Kerala is enacted as follows. ഇതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ
അപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, അതുപോലെ തന്നെ വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഏകീകരിക്കുന്ന ഒരു നിയമമാണ് ഇത് അബ്കാരി ആക്ട് 1 ഓഫ് 1977 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക, വ്യാജമദ്യമൊക്കെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ എന്തിനു ഉള്ള നിയമമാണ് എന്ത് നമ്മുടെ അബ്കാരി ആക്ട് 1 ഓഫ് 1977 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിയമം ബാധകമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കേരളയിലാണ്. ഫുള്ള് കേരള സംസ്ഥാനത്താണ് ഈ ഒരു നിയമം ബാധകമാകുന്നത്. ഇതൊരു നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമമല്ല, ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു നിയമമാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു നിയമം ബാധകമാകുന്നത് എവിടെയാണ്? കേരള സംസ്ഥാനം മുഴുവനുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ജസ്റ്റ് ആദ്യമേ കാണിച്ചിരുന്നതിനകത്ത് മൊത്തം എത്ര സെഷൻസ് ഉണ്ടെന്ന്. എത്ര സെഷൻസ് ഉണ്ട്? മൊത്തം 72 സെഷൻസ് ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. അബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെഷനുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 72 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഈ ഒരു നിയമം പാസ്സാക്കിയ വർഷം 1902 ഓഗസ്റ്റ് 5. അപ്പോൾ ആരാണ് പാസ്സാക്കിയത്? കൊച്ചി മഹാരാജാവാണ് പാസ്സാക്കിയത്. ഈ ഒരു നിയമത്തിൻ്റെ പേരെന്താണ്? അബ്കാരി ആക്ട് 1 ഓഫ് 1977 എന്നാണ്. ഇതിൻ്റെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് 1967 ജൂലൈ 29-നാണ്. ഈ ഒരു നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി, കയറ്റുമതി, വിപണനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഏകീകരിക്കുക, അതുപോലെ തന്നെ അവ പരിഷ്കരിക്കുക, മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയവയൊക്കെയാണ് എന്ത് ഈ ഒരു അബ്കാരി നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ബാധകമാകുന്നത് കേരള സംസ്ഥാനം മുഴുവനുമാണ്. ഇതിൽ എത്ര സെക്ഷനുകളുണ്ട്? 72 സെക്ഷനുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത് സെക്ഷൻ 50 പഠിക്കാനുള്ളത്. നമ്മൾ മൊഡ്യൂൾ 1 പറയുകയാണെങ്കിൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 50 എന്തിനെക്കുറിച്ച് പറയുന്നത്? ജുറിസ്ഡിക്ഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 50 നോക്കാം. റിപ്പോർട്ട് ഓഫ് അബ്കാരി ഓഫീസർ ഗീവ്സ് ജുറിസ്ഡിക്ഷൻ ടു എ കോമ്പിറ്റൻറ്റ് മജിസ്ട്രേറ്റ്. ഓക്കെ, അപ്പോൾ അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 50. ഓക്കെ, സെക്ഷൻ 50 ഓർത്തിരിക്കുക. റിപ്പോർട്ട് ഓഫ് അബ്കാരി ഓഫീസർ ഗീവ്സ് ജുറിസ്ഡിക്ഷൻ ടു എ കോമ്പിറ്റൻറ്റ് മജിസ്ട്രേറ്റ്. അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് ഇത് സെക്ഷൻ 50 എന്ന് പറയുന്നത്. അതായത് ഇപ്പം അബ്കാരിയായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് എടുക്കുകയാണ്. അപ്പോൾ ആ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും? ആ കേസിൻ്റെ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യും? നമ്മുടെ മജിസ്ട്രേറ്റിന് കൊടുക്കും. അപ്പോൾ മജിസ്ട്രേറ്റിന് ആ ഒരു റിപ്പോർട്ടും ആ ഒരു പ്രതിയെ ഹാജരാക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നടപടിയെടുക്കാനുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് ഏത്? സെക്ഷൻ 50 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 50 പ്രകാരം ഒരു 2 ക്ലോസ് അവിടെ പറയുന്നുണ്ട്. ഒന്ന് നോക്കിയേ. എവരി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തൗട്ട് നെസസറി ഡിലേ. എന്താണ്? കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാലതാമസം കൂടാതെ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണമെന്ന് പറയുന്നു. എവരി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തൗട്ട് നെസസറി ഡിലേ. ഈ നിയമവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം. ഓക്കെ, രണ്ടാമത് നോക്കാം. as soon as investigation into the offences under this act is completed, the Abkari officer shall forward a magistrate empowered to take cognizance of the offence on a police report, a report in accordance with the subsection 2 of section 173 of Code of Criminal Procedure 1973 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ അബ്കാരി ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ ആധികാരികതയുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് എല്ലാ മജിസ്ട്രേറ്റിനും ഈ ഒരു അബ്കാരി കേസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നടപടികൾ എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതിനായിട്ടുള്ള മജിസ്ട്രേറ്റുമാരുണ്ട്, അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റുമാരുണ്ട്. അവരുടെ അടുത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ കൊണ്ടു ചെല്ലുന്നത്, ഈ അബ്കാരി ഓഫീസർ കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ ഇത് പ്രകാരമുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 1973 നമ്മുടെ CRPC 1973 സെക്ഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 173 സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ 2 പ്രകാരം എന്ത് ചെയ്യണം? ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും പറയുന്നുണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. as soon as investigation into the offences under this act is completed, ഈ ഒരു ഒഫൻസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? അബ്കാരി ഓഫീസർ ഷാൽ ഫോർവേഡ് എ മജിസ്ട്രേറ്റ് empowered to take cognizance of the offence on a police report, a report in accordance with the subsection 2 of section 173 Code of Criminal Procedure 1973 Code of Criminal Procedure നമ്മുടെ CRPCയിലെ 173(2) പ്രകാരം ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് എന്ത് ചെയ്യേണ്ടത്? മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. എന്ത് സമർപ്പിക്കണം? അബ്കാരി ഓഫീസർ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നു. അതാണ് സെക്ഷൻ 50 പറയുന്ന 2 കാര്യങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ,
അപ്പോൾ സെക്ഷൻ 50 എന്താണ്? ജുറിസ്ഡിക്ഷനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന ഒരു റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ട് 1977 സെക്ഷനാണെന്ത്? സെക്ഷൻ 50 എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അതായത് ഒരു അബ്കാരി കേസ് എടുത്തു, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? കേസെടുത്ത് അന്വേഷണം നടത്തി അതിൻ്റെ ഒരു ചാർജ് ഷീറ്റ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിനാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ട് നടപടി എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനുള്ള അധികാരപരിധി, മജിസ്ട്രേറ്റിന് ഇതിനുള്ള അധികാരമുണ്ടോ, ആ ഒരു റിപ്പോർട്ട് പരിഗണിച്ച് നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് ഇത്, സെക്ഷൻ 50 എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണമെന്ന് ഒരു ക്ലോസ് പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപ്രകാരമുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 173 സെക്ഷനിലെ സബ്സെക്ഷൻ 2 പ്രകാരം, അതായത് CRPCയിലെ 1973 CRPC നിയമത്തിലെ സെക്ഷൻ 173 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 50 അതിനകത്തെ അടുത്തൊരു സബ്സെക്ഷനാണ് 50A എന്ന് പറയുന്നത്. അതും കൂടെ നമുക്ക് വേണം അതിൻ്റെ കൂടെ. പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഓൺ റിസീപ്റ്റ് ഓഫ് റിപ്പോർട്ട്. നമ്മൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രൊസീജിയറാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് എന്തിനകത്ത് പറയുന്നത്? 50A എന്ന് പറയുന്ന സെക്ഷനകത്ത് പറയുന്നത്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 50A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൺ റിസീപ്റ്റ് ഓഫ് എ ഫൈനൽ റിപ്പോർട്ട് ഫ്രം ദ അബ്കാരി ഓഫീസർ ദ മജിസ്ട്രേറ്റ് ഷാൽ ഇൻക്വയർ ഇൻ ടു സച്ച് ഒഫൻസ് ആൻഡ് കമ്മിറ്റ് ടു ദ കോർട്ട് ഓഫ് സെഷൻസ് ഇഫ് ദ ഒഫൻസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ട്രയബിൾ ബൈ കോർട്ട് ഓഫ് സെഷൻ ഓർ try the person accused thereof in like manner if a case is instituted upon a police report as provided in Code of Criminal Procedure 1973. ഓക്കെ, അപ്പോൾ പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ആ കേസ് സെഷൻസ് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണെങ്കിൽ കേസ് സെഷൻസ് കോടതിയിലേക്ക് സമർപ്പിക്കണം. ഓക്കെ, അപ്പോൾ അതായത് സാധാരണഗതിയിൽ ഇതൊരു മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും കൊടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ ഒരു ഇതിൻ്റെ എന്താണ് അധികാരപരിധി ഇല്ല. മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരപരിധി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് സെഷൻസ് കോടതിയിലേക്ക് സമർപ്പിക്കണം. സെഷൻസ് കോടതിയിലേക്ക് സമർപ്പിക്കുന്നത് കുറച്ചും കൂടെ ശിക്ഷാർഹമായിട്ടുള്ള വലിയ കേസുകളാണ് സെഷൻസ് കോടതിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പെറ്റി കേസുകൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ് എന്ത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വരുന്നത്. അതല്ല എന്താണ് ഇച്ചിരി വലിയ കേസുകളൊക്കെയാണ് സംഭവങ്ങളെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് സെഷൻസ് കോടതിയിലേക്ക് സമർപ്പിക്കണമെന്ന് പറയുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അബ്കാരി ഓഫീസേഴ്സിന് അറിയാം ഇത് ഏത് കോടതിയിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യും? അവർ കറക്റ്റായിട്ട് ആ കോടതിയിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ സെഷൻസ് കോടതി കൊടുക്കേണ്ട കേസുകളാണെങ്കിൽ അവർ ആ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. അതല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മജിസ്ട്രേറ്റ് കോടതിയിൽ അവർ റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണം റിപ്പോർട്ട് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി കൊടുക്കുകയാണ്, പക്ഷേ അതിൻ്റെ അധികാരപരിധി മജിസ്ട്രേറ്റ് കോടതിക്കില്ല, സെഷൻസ് കോടതിക്കാണ് അതിൻ്റെ അധികാരപരിധി ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? ഈ മജിസ്ട്രേറ്റ് കോടതി അത് എന്ത് ചെയ്യും? ആ കേസ് സെഷൻസ് കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതാണെന്നാണ് ഈ ഒരു 50A പറയുന്നത്. ഓക്കെ, അപ്പോൾ 50A പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഓൺ റിസീപ്റ്റ് ഓഫ് റിപ്പോർട്ട്. അപ്പോൾ 2 സെക്ഷൻസ് പഠിച്ചു. 50 എന്ന് പറയുന്ന സെക്ഷൻ എന്താണ്? റിപ്പോർട്ട് ഓഫ് അബ്കാരി ഓഫീസർ ഗീവ്സ് ജുറിസ്ഡിക്ഷൻ ടു എ കോമ്പിറ്റൻറ്റ് മജിസ്ട്രേറ്റ്. അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാരപരിധിയെക്കുറിച്ച് പറയുന്നതാണ് 50 എന്ന് പറയുന്നത്. 50A എന്ന് പറയുന്നത് ആ മജിസ്ട്രേറ്റിന് എടുക്കുന്ന പ്രൊസീജിയർ, ആ റിപ്പോർട്ടിന്മേൽ എടുക്കുന്ന പ്രൊസീജിയറിനെ കുറിച്ച്, നടപടിയെക്കുറിച്ചാണ് എന്തിനകത്ത് പറയുന്നത്? 50A പറയുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 51ാമത്തെ സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. പവർ ഓഫ് അബ്കാരി ഇൻസ്പെക്ടർ ടു കോസ് അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് ബിഫോർ ദ മജിസ്ട്രേറ്റ്. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 51 എന്ന് പറയുന്നത്. പവർ ഓഫ് അബ്കാരി ഇൻസ്പെക്ടർ ടു കോസ് അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് ബിഫോർ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിന് മുന്നിൽ അബ്കാരി കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെ ഹാജരാക്കാനുള്ള ഇൻസ്പെക്ടർക്കുള്ള അധികാരപരിധിയെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 51 എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കാം. വെൻ ആൻ അബ്കാരി ഇൻസ്പെക്ടർ ഫോർവേഡ്സ് ഇൻ കസ്റ്റഡി എനി പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് ടു ദ മജിസ്ട്രേറ്റ് ഹാവിംഗ് ജുറിസ്ഡിക്ഷൻ ടു ട്രൈ ദ case or admits him to bail to appear before such magistrate, such officer shall exercise all the powers conferred by the CRPC 1973 on an officer in charge of police station in respect of causing the appearance before such magistrate of such persons acquainted with the facts and the circumstances of the case as he considers it necessary that such magistrate shall examine as witness for the prosecution of such case. ഓക്കെ, അപ്പോൾ സെക്ഷൻ 51 പ്രകാരം ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്തൊരു വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ എന്ത് ചെയ്യണം? ഹാജരാക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ 27 മണിക്കൂറിന് ഹാജരാക്കണമെന്നുള്ള നിയമമുണ്ടല്ലോ. അത് പ്രകാരം എന്ത് ചെയ്യണം? അബ്കാരി ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. മജിസ്ട്രേറ്റിന് കേസിന്മേൽ വിചാരണ നടത്താനും പ്രതിക്ക് ജാമ്യം നൽകാനുള്ള അധികാരവും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇതാണ്
51 പറയുന്നത്. 51 എന്നാണ് പവർ ഓഫ് അബ്കാരി ഇൻസ്പെക്ടർ ടു കോസ് അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് ബിഫോർ മജിസ്ട്രേറ്റ്. ഓക്കെ, മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 51. അപ്പോൾ അബ്കാരി നിയമപ്രകാരം ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ കസ്റ്റഡിയിലെടുത്ത വ്യക്തി എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിന് മുന്നിൽ നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടർക്ക് ഹാജരാക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് കേസിന്മേൽ വിചാരണ നടത്താനും പ്രതിക്ക് ജാമ്യം അനുവദിക്കാനുള്ള എന്തുണ്ട്? അധികാരമുണ്ട്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 51. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 52 നമുക്ക് ആവശ്യമുള്ളതാണ്. അക്യൂസ്ഡ് നോട്ട് ടു ബി ഡീറ്റൈൻഡ് ഇൻ കസ്റ്റഡി ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ 24 hours വിത്തൗട്ട് സ്പെഷ്യൽ അതോറിറ്റി. അക്യൂസ്ഡ് നോട്ട് ടു ബി ഡിറ്റൈൻഡ് ഇൻ കസ്റ്റഡി ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ 24 hours വിത്തൗട്ട് സ്പെഷ്യൽ അതോറിറ്റി. അപ്പോൾ സെക്ഷൻ 52 പ്രകാരം എന്താണ്? അപ്പോൾ ഈ ഒരു കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇതൊരു റിപ്പോർട്ട് കൊടുക്കുന്ന മജിസ്ട്രേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിന് പ്രത്യേക അനുമതിയോ ആ ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്ന നിയമം ഏതാണ്? സെക്ഷൻ 52 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പം ഒരു അബ്കാരി കേസ് പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു മജിസ്ട്രേറ്റിന് ആ കേസിൻ്റെ അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിന് എന്താണ് അനുമതിയൊന്നും ഇല്ലാതെ 24 മണിക്കൂർ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 52 കാര്യം ഓർത്തിരിക്കുക. നോ പേഴ്സൺ അക്യൂസ്ഡ് ഓർ സസ്പെക്റ്റഡ് ഓഫ് ഹാവിംഗ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി ഡിറ്റൈൻഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ അണ്ടർ all the circumstances of the case is reasonable and such period shall not, in the absence of a special order of a magistrate whether having jurisdiction to try the case or not, exceed 24 hours exclusive of the time necessary for the journey of such person to place where an abkari inspector may be from thence to the court having jurisdiction to try the case. വലിയ കാര്യമൊന്നുമില്ല, ഇത് മാത്രം ഓർത്തിരിക്കുക. സെക്ഷൻ 52 പറഞ്ഞിരിക്കുന്ന ആ ഒരു ഹെഡിങ് ടൈറ്റിൽ ഒരു എന്താണ് ഹെഡ്ലൈൻ ഓർത്തിരിക്കുക. അക്യൂസ്ഡ് നോട്ട് ടു ബി ഡിറ്റൈൻഡ് ഇൻ കസ്റ്റഡി ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ 24 hours വിത്തൗട്ട് സ്പെഷ്യൽ അതോറിറ്റി. സ്പെഷ്യൽ അതോറിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ 24 മണിക്കൂർ കൂടുതൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്ത് വയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്, സെക്ഷൻ 52 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 53. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പോലീസ് ടു ടേക്ക് ചാർജ് ഓഫ് ആർട്ടിക്കിൾ സീസ്ഡ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഇല്ല. അപ്പം ഈ ഒരു നിയമപ്രകാരം പിടിക്കുന്ന സാധനങ്ങളൊക്കെ സീസ് ചെയ്യുന്നത് നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടർ തന്നെ ആയിരിക്കും അത് സീസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സീൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സാധനങ്ങളൊക്കെ സീസ് ചെയ്തെടുക്കുന്നത്. അത് ഓർത്തിരിക്കുക. സെക്ഷൻ 53 വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. 53A പറയുന്നത് ഒന്ന് ഓർത്തിരിക്കുക. ഡിസ്പോസൽ ഓഫ് സീസ്ഡ് ലിക്കർ, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ഓർ ആർട്ടിക്കിൾസ്. 53A എന്താണ് പറയുന്നത്? സീസ് ചെയ്ത ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്, ആർട്ടിക്കിൾസ്, അതോട് ബന്ധപ്പെട്ട സാധനങ്ങളുടെയൊക്കെ ഡിസ്പോസൽ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഇത്. സെക്ഷൻ 53A എന്ന് പറയുന്നത്. സെക്ഷൻ 53A എന്ന് പറയുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ 53B എന്ന് പറയുന്നത്. ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് ഓൺ ആർട്ടിക്കിൾസ് സീസ്ഡ്. ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് ഓൺ ക്യൂട്ടിക്കിൾസ് അല്ല, ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. ആർട്ടിക്കിൾസ് സീസ്ഡ്. അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേൽ കോടതിയുടെ അധികാരപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഏത്? 53B എന്നുള്ളത് ഓർത്തിരിക്കുക. അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, അപ്പം വാറ്റ്, ചാരായം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണെങ്കിൽ കന്നാസുകളും ബക്കറ്റുകളും പാത്രങ്ങളും വാറ്റാനായിട്ട് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അതിന്മേൽ എന്ത് അധികാരപരിധിയാണ് കോടതിക്കുള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് ഓൺ ആർട്ടിക്കിൾ സീസ്ഡാണ് എന്ത്? സെക്ഷൻ 53 എന്ന് പറയുന്നത്. നോക്കാം. വെനെവർ എനി വെഹിക്കിൾ ഓർ അതർ കൺവെയൻസ് യൂസ്ഡ് ഫോർ കമ്മിറ്റിംഗ് എനി ഒഫൻസ് ഈ സീസ്ഡ് ഓർ ഡീറ്റൈൻഡ് അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഇഫ് എനി കോർട്ട് ഫൈൻഡ്സ് ദാറ്റ് ഇറ്റ് ഷാൽ ബി റിലീസ്ഡ് ടെമ്പറലി ഇറ്റ് ഷാൽ ഡു സോ വിത്ത് ഡയറക്ഷൻ ടു എക്സിക്യൂട്ട് സഫിഷ്യൻറ്റ് ബോണ്ട് ബൈ വേ of cash security equivalent to the market value of such vehicles conveyance to be fixed by a mechanical engineer of excise department or any mechanical engineer or above the rank of assistant executive engineer of state public works department for production of such vehicle or conveyance on demand before the court or the authorized officer, and such order shall not prevent the authorized officer from taking or continuing action under 67B of this act. Okay, അപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വാഹനം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കൺവെയൻസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ, എക്സ്പെഷ്യലി വാഹനമാണ് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത്
ബോണ്ടിൽ നമുക്ക് താത്കാലികമായിട്ട് വിട്ടയക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 53 ബിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വെനെവർ എനി വെഹിക്കിൾ ഓർ അതർ കൺവെയൻസ്, ഏതെങ്കിലും ഒരു നിയമമാണെങ്കിൽ, ഒരു വാഹനമാണെങ്കിൽ അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും കസ്റ്റഡിയിലെടുക്കാവുന്നതോ തടഞ്ഞു വയ്ക്കാവുന്നതോ ആണ്. അപ്പോൾ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിൻ്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം ബോണ്ടായി കെട്ടിവെച്ചുകൊണ്ട് താത്കാലികമായിട്ട് ഇത് വിട്ടയക്കുക. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം ആണ് എന്ത്, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ത് ചെയ്യണം? അതിൻ്റെ വില നിശ്ചയിക്കണം, ആ ഒരു വാഹനത്തിൻ്റെ വില നിശ്ചയിക്കണം. അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന, എവിടെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ പബ്ലിക് PWDയിൽ വർക്ക് ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ത് ചെയ്യണം? ഇതിൻ്റെ വില വന്ന് നിശ്ചയിക്കണം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇല്ല എന്നുണ്ടെങ്കിൽ PWDയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ വന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ആ ഒരു വാഹനത്തിൻ്റെ വില, മാർക്കറ്റ് വില നിശ്ചയിച്ചതിന് ശേഷം അത്രയും പണം ബോണ്ടായി കെട്ടിവെച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു വാഹനം താത്കാലികമായിട്ട് പുറത്തിറക്കാനായിട്ട് പറ്റുള്ളൂ. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 53B എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, അബ്കാരി നിയമപ്രകാരം തടഞ്ഞു വയ്ക്കപ്പെട്ട അല്ലെങ്കിൽ പിടിച്ചെടുക്കപ്പെട്ട ഒരു വാഹനം ബോണ്ട് വെച്ച് പുറത്തെടുക്കുന്നത് ഏത് നിയമപ്രകാരമാണ്, ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 53B പ്രകാരമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു വാഹനത്തിൻ്റെ മാർക്കറ്റ് വില ബോണ്ടായി കെട്ടിവെച്ചുകൊണ്ടാണ് ഇറക്കുന്നത്. അത് മാർക്കറ്റ് വില ആരാണ് തീരുമാനിക്കുന്നത്? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ PWDയിലെ ഒരു മുതിർന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു വാല്യൂ തീരുമാനിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സെക്ഷൻ 53B എന്താണ്? ജുറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് ഓൺ ആർട്ടിക്കിൾസ് സീസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതുവരെ പറഞ്ഞ സെക്ഷൻസാണ് ജുറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 50, 50A ഉണ്ട്, പിന്നെ 51 ഉണ്ട്, പിന്നെ 52 ഉണ്ട്, പിന്നെ 53, 53Aയും Bയും ഉണ്ട്. 53ഉം 53Aയും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, 53B ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സെഷൻസ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ്, ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കർ. അപ്പം ലിക്കറുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണെന്നാണ് അടുത്തത് നോക്കാനുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സെക്ഷൻസ് പഠിക്കാനുണ്ട്. സെക്ഷൻ 6 ആണ് ഒന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇമ്പോർട്ട് ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്, മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ഇറക്കുമതി. ഇമ്പോർട്ട് മീൻസ് ഇറക്കുമതിയാണ്. ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് ഇത്, സെക്ഷൻ 6 എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 6 എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് എന്നെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6 ആണ്. അപ്പോൾ വായിച്ചു നോക്കാം. നോ ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ഷാൽ ബി ഇമ്പോർട്ടഡ് അൺലെസ് ദ പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഓർ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ് ഈസ് obtained for the importation of such liquor or intoxicating drug and unless the duties, taxes, fees and such other sums are due to government under this act in respect of such liquor or intoxicating drug have been paid or a bond for such payment on its importation has been executed, provided that notwithstanding anything contained this act, no import fee shall be levied on rectified spent or extra neutral alcohol including absolute alcohol intended to be used for the manufacture of liquor meant for human consumption. അപ്പോൾ സെക്ഷൻ 6 പറയുന്നത് മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 6, ഇമ്പോർട്ട് ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. അതിനകത്ത് സെക്ഷൻ 6(1) സബ്സെക്ഷൻ 1 പറയുന്നത് എന്താണ്? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി വേണം, അല്ലാതെ എന്ത് ചെയ്യരുത്? ഇറക്കുമതി ചെയ്യരുത്. അതാണ് സെക്ഷൻ 6(1) പറയുന്നത്. ഓർത്തിരിക്കുക, സെക്ഷൻ 6(1) എന്താണ്? സബ്സെക്ഷൻ 1 എന്താണ് പറയുന്നത്? എന്ത് ചെയ്യരുത്? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന്, ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ് അല്ലെങ്കിൽ ലിക്കർ ഇറക്കുമതി ചെയ്യരുത്. ചെയ്യണമെങ്കിൽ എന്ത് വേണം? സർക്കാരിൻ്റെ അംഗീകാരം വേണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ അനുമതി വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? ഡ്യൂട്ടീസോ അല്ലെങ്കിൽ ടാക്സോ ഫീയോ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കണം. അങ്ങനെ ഉത്തരവാദിത്തം, ഈ ഫീയോ കാര്യങ്ങളൊക്കെ അടച്ച് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇമ്പോർട്ട് ഓഫ് ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ സെക്ഷൻ 6 എന്ത് പറയുന്നത്? ഇമ്പോർട്ടിനെ കുറിച്ച് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ട് ഓഫ് വാട്ട്? ഇമ്പോർട്ട് ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6. ഓക്കെ, അപ്പോൾ 6 സബ്സെക്ഷൻ 2 എന്താണ് പറയുന്നത് നോക്കി. എ പെർമിഷൻ ഗ്രാൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓർ സച്ച് ഓഫീസർ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ സബ്ജക്റ്റ് ടു സച്ച് കണ്ടീഷൻ റെസ്ട്രിക്ഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ബൈ ദ ഗസറ്റ്. അപ്പോൾ ഗവൺമെൻറ് ഗസറ്റിലൂടെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇങ്ങനെ എന്തെങ്കിലും ഒരു പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകാരമുള്ള ഉദ്യോഗസ്ഥർക്ക്
എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഇറക്കുമതി ചെയ്തോളൂ, ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ഇറക്കുമതി ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു പെർമിഷൻ കൊടുക്കണമെങ്കിൽ എന്ത് പ്രകാരമേ പറ്റത്തുള്ളൂ, ഗവൺമെൻറ് ഗസറ്റ് വഴി ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷനൊക്കെ പ്രകാരം മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, 6 ഓർത്തിരിക്കുക, സെക്ഷൻ 6 ഓർത്തിരിക്കുക. അതിൻ്റെ സബ്സെക്ഷൻ 1 ഓർത്തിരിക്കുക. 1 എന്താണ്? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെയോ അനുമതി വേണം. അനുമതി ഇല്ലാതെ എന്ത് ചെയ്യരുത്, ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്നതാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 7 പറയുന്നത് എക്സ്പോർട്ട് ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്, കയറ്റുമതിയെക്കുറിച്ചാണ് പറയുന്നത്. കയറ്റുമതി, എക്സ്പോർട്ട് ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 7 ആണ്. സെക്ഷൻ 6 എന്തായിരുന്നു? ഇമ്പോർട്ടായിരുന്നു. സെക്ഷൻ 7 എന്താണ്? എക്സ്പോർട്ടാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന സബ്സെക്ഷൻ 1 നോക്കാം. നോ ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ഷാൽ ബി expected unless its export is permitted by government or any officer authorized by the government in this behalf and unless. ഓക്കെ, അപ്പം മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇറക്കുമതി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സർക്കാർ അംഗീകരിക്കണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അനുമതി നൽകണം. അതുപോലെ തന്നെയാണ് കയറ്റുമതി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സർക്കാരിൻ്റെ അംഗീകാരം വേണം, അല്ലെങ്കിൽ സർക്കാർ അംഗീകാരം ലഭിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ അനുമതി വേണം. അനുമതി കൂടാതെ എന്ത് ചെയ്യരുത്? കയറ്റുമതി ചെയ്യരുത്. അതാണ് സെക്ഷൻ 7 പറയുന്നത്. എക്സ്പോർട്ട് ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. നോ ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ഷാൽ ബി എക്സ്പോർട്ടഡ് അൺലെസ് export is permitted by the government or any officer authorized by the government in this behalf and unless. അതിനകത്ത് എ എന്ന് പറയുന്നത് ഡ്യൂട്ടീസ്, ടാക്സസ്, ഫീസ് ആൻഡ് സച്ച് അതർ സംസ് ആർ ഗവൺമെൻറ് മേ ബി ഇൻ ദിസ് ആക്ട് റെസ്പെക്ട് ഓഫ് സച്ച് ലിക്കർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. ആ ലിക്കറിന് അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗിന് കയറ്റുമതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്യൂട്ടീസോ അല്ലെങ്കിൽ ടാക്സസോ ഫീസോ ഒക്കെ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കണം എന്നുള്ളൊരു ക്ലോസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എ ബോണ്ട് ഫോർ സച്ച് പേയ്മെൻറ്റ് ഓൺ ഇറ്റ്സ് എക്സ്പോർട്ടേഷൻ ഓർ റീ എക്സ്പോർട്ടേഷൻ ഹാസ് ബീൻ എക്സിക്യൂട്ടഡ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബോണ്ട് വെക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് രണ്ടുമാണ് അതിനകത്ത് സബ്സെക്ഷൻ പോലെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ഓർത്തിരിക്കുക. എന്താണ്? മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? സർക്കാരിൻ്റെ അംഗീകാരം വേണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച ഉദ്യോഗസ്ഥർ, അതായത് അബ്കാരി ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവരുടെ അനുമതി വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 7 എന്താണ്? അപ്പോൾ എക്സ്പോർട്ട്. സെക്ഷൻ 6 എന്തായിരുന്നു? ഇമ്പോർട്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സെക്ഷൻ 7ൻ്റെ സബ്സെക്ഷൻ 2-നകത്തും നമ്മുടെ 6-ലെ സബ്സെക്ഷൻ 2 പറഞ്ഞ അതേ ഒരു കണ്ടീഷൻ തന്നെയാണ് പറയുന്നത്. പെർമിഷൻ ഗ്രാൻഡ് ബൈ ദ ഗവൺമെൻറ് ഓർ സച്ച് ഓഫീസർ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി സബ്ജക്റ്റ് ടു സച്ച് കണ്ടീഷൻസ്. അപ്പം ഇങ്ങനെ അനുമതി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെൻറ് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വഴി ഗസറ്റ് വഴി ഇറക്കിയത് പ്രകാരം അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അംഗീകാരം കൊടുക്കാൻ പറ്റത്തുള്ളൂ എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അതും കൂടെ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ സെക്ഷൻ 6 സെക്ഷൻ 7 ആയി. നെക്സ്റ്റ് സെക്ഷൻ 8 പ്രൊഹിബിഷൻ ഓഫ് മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, ട്രാൻസിറ്റ്, പൊസഷൻ, സ്റ്റോറേജ്, സെയിൽസ് എക്സെട്ര ഓഫ് അരാക്ക്. ഓക്കെ, അരാക്ക് എന്താണ്? ചാരായത്തിനെയാണ് എന്താ പറയുന്നത്? അരാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഹിബിഷൻ ഓഫ് മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, ട്രാൻസിറ്റ്, പൊസഷൻ, സ്റ്റോറേജ്, സെയിൽസ് എക്സെട്ര ഓഫ് അരാക്ക്. ചാരായത്തിൻ്റെ മാനുഫാക്ചർ നിർമ്മാണം, ഇമ്പോർട്ട് ഇറക്കുമതി, എക്സ്പോർട്ട് കയറ്റുമതി, ട്രാൻസ്പോർട്ട് കടത്ത്, അതുപോലെ തന്നെ ട്രാൻസിറ്റ് ഉണ്ട്, പൊസഷൻ കൈവശം വയ്ക്കൽ, സ്റ്റോറേജ് സൂക്ഷിച്ച് വയ്ക്കൽ, സെയിൽസ് വിൽപ്പന, ഇതെല്ലാം നിയന്ത്രിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 ഓർത്തിരിക്കുക. അപ്പോൾ ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയവ നിരോധിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 സെക്ഷൻ 8 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാരായമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് സെക്ഷൻ 8? പ്രൊഹിബിഷൻ ഓഫ് മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, ട്രാൻസിറ്റ്, പൊസഷൻ, സ്റ്റോറേജ്, സെയിൽസ് എക്സെട്ര ഓഫ് അരാക്ക്. സെക്ഷൻ 8 എന്താണ്? ചാരായ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, കൈവശം വയ്ക്കൽ, സംഭരണം, വിൽപ്പന തുടങ്ങിയ നിരോധിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 സെക്ഷൻ 8 ഓക്കെ, അപ്പം സബ്സെക്ഷൻ 1 നോക്കി. നോ പേഴ്സൺ ഷാൽ മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട് വിത്തൗട്ട് പെർമിറ്റ്, ട്രാൻസ്പോർട്ട്, പൊസസ്, സ്റ്റോർ, ഡിസ്ട്രിബ്യൂട്ട് ബോട്ടിൽ ഓർ സെൽ അരാക്ക് ഇൻ എനി ഫോം. സബ്സെക്ഷൻ 1-നകത്ത് പറയുന്നത് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? മാനുഫാക്ചർ അല്ലെങ്കിൽ ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് വിത്തൗട്ട് പെർമിറ്റ്, ട്രാൻസിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പൊസസ് ചെയ്യാൻ ഒക്കത്തില്ല, കൈവശം വയ്ക്കാൻ ഒക്കത്തില്ല, സ്റ്റോർ ചെയ്യാൻ സംഭരിച്ച് വയ്ക്കാൻ ഒക്കത്തില്ല, ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യാൻ ഒക്കത്തില്ല, ബോട്ടിൽ ചെയ്യാൻ ഒക്കത്തില്ല, സെല്ല് ചെയ്യാൻ ഒക്കത്തില്ല, വിൽപ്പന നടത്താൻ ഒക്കത്തില്ല. ഓക്കെ, അതാണ് സെക്ഷൻ 8(1) പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. സെക്ഷൻ 8 സബ്സെക്ഷൻ 1 എന്താണ് പറയുന്നത്? ഒരു വ്യക്തിക്കും പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അവയുടെ ഇറക്കുമതി, കയറ്റുമതി ചെയ്യുകയോ അവയെ കൈവശം വയ്ക്കുകയോ സംഭരിക്കുകയോ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ കുപ്പിയിലാക്കുകയോ വിൽക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നതാണ് 8 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 8-നകത്ത് സബ്സെക്ഷൻ 2 ഉണ്ട്. ഇഫ് എനി പേഴ്സൺ
contravenes any provision of subsection 1, he shall be punishable with imprisonment for a term which may extend to 10 years and with fine which shall not be less than 1 lakh. അപ്പം സെക്ഷൻ 8(2) പറയുന്നത് 8(1) പ്രകാരമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ശിക്ഷ? ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിത്ത് മേ ബി എക്സ്റ്റെൻഡ് ടു 10 years, 10 വർഷം വരെ തടവും. ആൻഡ് വിത്ത് ഫൈൻ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 lakh. ഓക്കെ, 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. സെക്ഷൻ 8 പറയുന്നത് എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, ട്രാൻസിറ്റ്, പൊസഷൻ, സ്റ്റോറേജ്, സെയിൽസ്, എക്സെട്ര ഓഫ് അരാക്ക്. ഒരു വ്യക്തിയും എന്ത് ചെയ്യാൻ പാടില്ല? അരാക്ക്, ചാരായത്തിൻ്റെ മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല, ട്രാൻസിറ്റ് ചെയ്യാൻ പാടില്ല, പൊസഷൻ ചെയ്യാൻ പാടില്ല, സ്റ്റോറേജ് ചെയ്യാൻ പാടില്ല, സെയിൽസ് നടത്താൻ പാടില്ല. ഇതൊക്കെ ചെയ്യുകയാണെങ്കിലുള്ള ശിക്ഷ എന്താണ്? ഇതിലേതെങ്കിലും ഒരെണ്ണം ലംഘിക്കുകയാണെങ്കിലുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഓർത്തിരിക്കുക, 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ്. ഇംപ്രിസ്മെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ടു 10 years ആൻഡ് വിത്ത് ഫൈൻ which shall not be less than 1 lakh. 1 lakh shall not be less than 1 lakh. 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും കിട്ടും, 10 വർഷം വരെ തടവും കിട്ടും ചാരായവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി സെക്ഷൻ 9 നോക്കാം. പ്രൊഹിബിഷൻ ഓഫ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കർ. പ്രൊഹിബിഷൻ ഓഫ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കർ, ലിക്കറിൻ്റെ കടത്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന സെക്ഷനാണ് ഇത്. സെക്ഷൻ 9 എന്ന് പറയുന്നത്, ദ ഗവൺമെൻറ് മേ ഫ്രം ടൈം ടു ടൈം ബൈ നോട്ടിഫിക്കേഷൻ പ്രൊഹിബിറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കർ ഓർ of intoxicating drugs or any kind of liquor or intoxicating drugs from any local area into any other local area. അപ്പം മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻറ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത്, സെക്ഷൻ 9 എന്ന് പറയുന്നത്. സെക്ഷൻ 9 പറയുന്നത് എന്താണ്? അപ്പം മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ് വിജ്ഞാപനം വഴി, ഗസറ്റ് വഴി പുറപ്പെടുവിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത്, സെക്ഷൻ 9 എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ് മേ ഫ്രം ടൈം ടു ടൈം, ഗവൺമെൻറ് ടൈം ടു ടൈമിൽ എന്ത് ചെയ്യണം? ബൈ നോട്ടിഫിക്കേഷൻ, ഗവൺമെൻറ് വിജ്ഞാപനങ്ങൾ ഇറക്കണം. എന്തിന്? പ്രൊഹിബിറ്റ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കർ ഓർ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ഓർ ഓഫ് എനി കൈൻഡ് ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ഫ്രം എനി ലോക്കൽ ഏരിയ ഇൻ ടു അതർ ലോക്കൽ ഏരിയ. ഒരു പ്രദേശത്തു നിന്ന് മറ്റു പ്രദേശത്തേക്ക് കടത്തുന്ന നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻറ് വിജ്ഞാപനം വഴി എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. സെക്ഷൻ 9 പ്രൊഹിബിഷൻ ഓഫ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കർ, മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്ന നിരോധിക്കുന്ന നിയമങ്ങൾ ആര് പുറപ്പെടുവിക്കണം? ഗവൺമെൻറ് വിജ്ഞാപനം വഴി പുറപ്പെടുവിക്കണം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 9. നെക്സ്റ്റ് സെക്ഷൻ 10, ട്രാൻസ്പോർട്ടിംഗ് ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. ട്രാൻസ്പോർട്ടിംഗ് ഓഫ് ലിക്കർ or intoxicating drug. No liquor or intoxicating drug exceeding such a quantity as the government may from time to time prescribe by the notification in the Gazette either generally for the whole state or any local area shall be transported except under a permit issued under the provisions of the next following sections എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 10 പറയുന്നതെന്ന് പറഞ്ഞാൽ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് എന്ത്? അതാണ് സെക്ഷൻ 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കുറച്ച് സന്ദർഭങ്ങളിൽ ഇത് അനുവദിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 10 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 9 എന്തായിരുന്നു? ഗവൺമെൻറ് സമയാസമയം എന്ത് ചെയ്യണം? നോട്ടിഫിക്കേഷൻസ് ഇറക്കണം, വിജ്ഞാപനം പുറപ്പെടുവിക്കണം. എന്തിന്? ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കർ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനുള്ള വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ പുറപ്പെടുവിക്കണം എന്ന് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 9 എന്ന് പറയുന്നത്. മദ്യം ലഹരി മരുന്ന് ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ ഗവൺമെൻറ് സമയാസമയം വിജ്ഞാപനം വഴി പുറത്തിറക്കണം എന്ന് പറയുന്നതാണ് എന്ത്? ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അത് പുറപ്പെടുവിക്കുക എന്നുള്ളത്. അത് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 9 എന്ന് പറയുന്നത്. സെക്ഷൻ 10 പറയുന്നതെന്ന് പറഞ്ഞാൽ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ കടത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങളുണ്ട്, അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. സെക്ഷൻ 10 പറയുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 10 പ്രകാരം സർക്കാർ ഇപ്പോൾ ഒരു വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുവോ കടക്കാൻ പാടുള്ളതല്ല, അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റി എക്സീഡിങ് സച്ച് ക്വാണ്ടിറ്റി, ഇപ്പം സർക്കാർ ഒരു വിജ്ഞാപനം എന്തായാലും ഇതുപോലെ ഇറക്കിയിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുള്ള അളവിൽ കൂടുതൽ മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? കടത്തുവാൻ പാടുള്ളതല്ല. അപ്പം ചോദിക്കും, ഇത് ലഹരി വസ്തുക്കൾ എന്തിനാണ് കടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കൾ പലതും നമ്മുടെ മെഡിസിനൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് കുറച്ച് അളവിൽ നമ്മൾ എന്താണ് ഹോസ്പിറ്റൽസ് അതുപോലെയുള്ള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലുള്ളവർക്കൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അനസ്തേഷ്യ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ,
അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല മരുന്നുകളും ആവശ്യമായിട്ടുണ്ട്. മരുന്നായിട്ട് നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. മരുന്ന് നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യാൻ ഒരു പെർമിറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ അതിനൊരു അളവുണ്ട്. അപ്പോൾ ആ ഒരു അളവിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ സർക്കാർ വിജ്ഞാപനത്തിലൂടെ നോട്ടിഫിക്കേഷൻസിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി വസ്തുക്കളോ കടത്താൻ പാടുള്ളതല്ല എന്നുള്ളത് സെക്ഷൻ 10 പ്രകാരമുള്ള ഒരു റൂളാണ്. അതുപോലെ തന്നെ മദ്യമോ ലഹരി വസ്തുക്കളോ സംബന്ധിക്കുന്ന വിജ്ഞാപനം ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഗസറ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്രകാരം പുറപ്പെടുവിക്കുന്ന സർക്കാർ വിജ്ഞാപനങ്ങൾ കേരള സംസ്ഥാനം ഒട്ടാകെ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക് മാത്രമായിട്ടുള്ള ബാധകമാണ്. അത് ഓർത്തിരിക്കുക. സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താൻ പാടുള്ളൂ. അപ്പം 10 പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 10 പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഇത്ര അളവിലുള്ളത് കടത്താം. അപ്പോൾ അത്രയും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കടത്താവൂ. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു വിജ്ഞാപനം ഇറക്കി കുറച്ച് 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഈ വിജ്ഞാപനത്തിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ സർക്കാരിന് എന്ത് ചെയ്യുക, അത് ഗസറ്റിലൂടെ കാലാകാലങ്ങളിൽ ഇതിന് പരിഷ്കാരങ്ങൾ വരുത്താമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത്, വിജ്ഞാപനം എന്ന് പറയുന്നത് കേരള സംസ്ഥാനം ഒട്ടുക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാത്രം എന്ത് ചെയ്യാം, ബാധകമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അങ്ങനെ സർക്കാർ അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഇത്തരം വസ്തുക്കൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ സംസ്ഥാനത്തേക്ക് കടത്താൻ അല്ലെങ്കിൽ പാടുള്ളൂ, കയറ്റുമതി ഇറക്കുമതിയൊക്കെ പാടുള്ളൂ എന്നുള്ളതാണ് സെക്ഷൻ 10 പറയുന്നത്. മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 10. അതുമായിട്ട് ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങൾ ഗവൺമെൻറ് പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഏതാണ്, സെക്ഷൻ 9. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 11. പെർമിറ്റ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. Permits for the transport of liquor or intoxicating drug may be issued by the 76th or commissioner or by any person duly empowered in that behalf. Such permits shall be either general for definite periods and kinds of liquor or intoxicating drugs, or special for specified occasions and particular consignments only. Every permit shall specify. ഓക്കെ, അപ്പം പെർമിറ്റ്സ് ഫോർ ട്രാൻസ്പോർട്ടിന് പെർമിറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിനെ കുറിച്ചാണ് സെക്ഷൻ 11 പറയുന്നത്. മദ്യമോ ലഹരി പദാർത്ഥങ്ങളൊക്കെ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഇത്. അബ്കാരി ആക്ടിലെ സെക്ഷൻ 11 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഒരു മദ്യം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് മേ ബി ഇഷ്യൂഡ് ബൈ ദ 76th എന്ന് പറയുന്നത് കമ്മീഷണറാണ്. ഓക്കെ, അപ്പം മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നുള്ള പെർമിറ്റ് നൽകുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കമ്മീഷണറാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനാണ്. കമ്മീഷണർ ഓർ ബൈ എനി പേഴ്സൺ ഡ്യൂലി എംപവേർഡ് ഇൻ ദാറ്റ് ബിഹാഫ്. കമ്മീഷണർ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർമിറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കൊണ്ടുപോകുന്നുള്ള പെർമിറ്റ് നൽകുന്നത് ആരാണ്, കമ്മീഷണറോ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആണെന്ന് പറയുന്ന സെക്ഷനാണിത്, സെക്ഷൻ 11 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 11 എന്തിനെക്കുറിച്ച് പറയുന്നത്, പെർമിറ്റ്സ് ഫോർ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട പെർമിറ്റുകളെക്കുറിച്ച് പറയുന്നതാണ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് അല്ലെങ്കിൽ ലിക്കർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള പെർമിറ്റുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ പെർമിറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 11. ഓക്കെ, അപ്പോൾ അത് നൽകുന്നത് ആരാണ്, കമ്മീഷണർ അല്ലെങ്കിൽ അതിനുവേണ്ടി യഥാക്രമം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആണ്. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിലേക്കാണ്, ഒരു ഡെഫിനിറ്റ് പീരീഡ്സ് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കൊടുക്കുന്ന പെർമിറ്റുകളുടെ കാലാവധി എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക, കാലാവധി എന്ന് പറയുന്നത്. അപ്പം ഇനി ഓരോ പെർമിറ്റും താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. എവരി പെർമിറ്റ് ഷാൽ സ്പെസിഫൈ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ നെയിം ഓഫ് പേഴ്സൺ അതറൈസ്ഡ് ടു ട്രാൻസ്പോർട്ട് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. അപ്പം ആ ഒരു മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് കടത്തിക്കൊണ്ടുവരാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്. കമ്മീഷണർ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, അത് ഇതുപോലെ നിങ്ങൾ അതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുത്തു. അപ്പം നിങ്ങൾ കമ്മീഷണർ ഇതുപോലെ നിങ്ങൾ അധികാരപ്പെടുത്തി കടത്തിക്കൊണ്ടുവരാനായിട്ട്. അപ്പം ആ ഒരു പെർമിറ്റിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേരുണ്ടായിരിക്കണം. ദ നെയിം ഓഫ് ദ പേഴ്സൺ അതറൈസ്ഡ് ടു ട്രാൻസ്പോർട്ട് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുടെ പേര് അതിനകത്തുണ്ടായിരിക്കണം. ദ പീരീഡ് ഫോർ വിച്ച് പെർമിറ്റ് ടു ബി ഫോഴ്സ്. ഏതൊരു കാലയളവ്, പെർമിറ്റിൻ്റെ കാലയളവ് എന്ത് ചെയ്തിരിക്കണം, അതിനകത്ത്
പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ ദ ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ഫോർ വിച്ച് ഈസ് ഗ്രാൻറ്റഡ്. അപ്പം പെർമിറ്റിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ഏതാണോ അതിൻ്റെ അളവും അത് എന്ത് ടൈപ്പാണെന്നുള്ള കാര്യങ്ങളും മറ്റു വിവരങ്ങളൊക്കെ എന്തിരിക്കണം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ ദ ക്വാണ്ടിറ്റി ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലിക്കർ അത് പറഞ്ഞു. എനി അതർ പർട്ടിക്കുലേഴ്സ് വിച്ച് ഗവൺമെൻറ് മേ ബി പ്രിസ്ക്രൈബ്. ഗവൺമെൻറ് നിർദ്ദേശിച്ചാകുന്ന മറ്റെന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള മറ്റേതെങ്കിലും വിവരങ്ങൾ ഇതിനകത്ത് പതിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മുടെ പെർമിറ്റിനകത്ത് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ജനറൽ പെർമിറ്റ് ഷാൽ ബി ഗ്രാൻറ്റഡ് ഓൺലി ടു പേഴ്സൺസ് ലൈസൻസ്ഡ് അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഷാൽ കവർ എനി ക്വാണ്ടിറ്റി ഓഫ് ലിക്കർ ഓർ ലിക്കർ ട്രാൻസ്പോർട്ടഡ് അറ്റ് എനി വൺ ടൈം വിത്തിൻ ദ ക്വാണ്ടിറ്റി സ്പെസിഫൈഡ് ഇൻ ദ പെർമിറ്റ്. അപ്പോൾ ജനറൽ പെർമിറ്റുകൾ കൊടുക്കുന്നത് ആർക്കാണ്? ലൈസൻസ് ഉള്ള വ്യക്തികൾക്കും പ്രകാരമാണ്. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പൊതു പെർമിറ്റുകൾ അനുവദിക്കുകയുള്ളൂ. അതുകൂടാതെ തന്നെ പെർമിറ്റിൽ അനുവദിച്ചിട്ടുള്ള അളവിലുള്ള മദ്യം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് ഷാൽ കവർ എനി ക്വാണ്ടിറ്റി ഓഫ് ലിക്കർ ട്രാൻസ്പോർട്ട് അറ്റ് എനി വൺ ടൈം വിത്തിൻ ദ ക്വാണ്ടിറ്റി സ്പെസിഫൈഡ് ഇൻ ദ പെർമിറ്റ്. അപ്പോൾ പെർമിറ്റിൽ അനുവദിച്ചിട്ടുള്ള അളവിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മദ്യം കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പെർമിറ്റ് ഷാൽ എക്സ്റ്റെൻഡ് ടു ആൻഡ് ഇൻക്ലൂഡ് സെർവൻസ് ആൻഡ് അതർ പേഴ്സൺസ് എംപ്ലോയിഡ് ബൈ ദ ഗ്രാൻറ്റീസ് ആൻഡ് ആക്ടിങ് ഓൺ ദെയർ ബിഹാവ്. അപ്പം ഈ ഒരു അബ്കാരി പെർമിറ്റ് ലഭിച്ച വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഈ ഒരു പെർമിറ്റിന് നിയമപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നതാണ്. അതായത് ഇപ്പം ഒരു പെർമിറ്റ് കിട്ടിയെന്ന് കരുതി ഈ ഒരു സാധനം കൊണ്ടുപോകാനായിട്ട് കുറേ തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ആർക്കുണ്ടായിരിക്കും, ആ പെർമിറ്റ് കിട്ടിയ വ്യക്തിക്കുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ജീവനക്കാർക്ക് ഈ ഒരു പെർമിറ്റിന് നിയമപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു പെർമിറ്റ് ലഭിച്ച വ്യക്തി ആയിരിക്കത്തില്ല ചിലപ്പോൾ ഈ ലോറിയിൽ ഇത് കൊണ്ടുവരുന്നത്. ലോറി ചിലപ്പോൾ ഓടിക്കുന്ന ഒരു ജീവനക്കാരൻ കാണും, അതിൻ്റെ കൂടെ വേറൊരാൾ കാണും. അപ്പോൾ അവർക്കും എന്ത് ചെയ്യും, ഇതുപോലെ ഈ പെർമിറ്റിൻ്റെ എന്ത് ചെയ്യും, നിയമ സംരക്ഷണം ലഭിക്കും. അല്ലാതെ അവർ കൊണ്ടുവന്നെന്ന് കരുതി ഇപ്പം മറ്റേ ആൾക്കാണ് ഇത് എന്താണ് പെർമിറ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇവരെ എന്ത് ചെയ്യില്ല, അനധികൃതമായി കടത്തി കൊണ്ടുവന്നാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, അറസ്റ്റ് ചെയ്യില്ല. അവർക്ക് എന്ത് ചെയ്യും, ഒരു നിയമ സംരക്ഷണം ലഭിക്കും. അതാണ് എന്തിനകത്ത് പറയുന്നത്, ആ ഒരു സെൻറ്റൻസിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയൊരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ വളരെ ലെങ്തിയായി. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ സെഷൻസ് എല്ലാം ഇന്ന് പറഞ്ഞ സെഷൻസ് എല്ലാം നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള സെഷൻസ് ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു എക്സാം എഴുതുന്നവർക്കൊക്കെ വളരെ ഉപയോഗപ്പെടും എന്ന് കരുതുന്നു. ഓക്കെ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണുന്നവരെ താങ്ക് യു.